സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കരുതലും കൈത്താങ്ങും അദാലത്ത് മല്ലപ്പള്ളിയിൽ നടന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ കരുതലിന്റെ ഭാഗമായി നടത്തിയ കരുതലും കൈത്താങ്ങും അദാലത്താണ് മല്ലപ്പള്ളിയിൽ നടന്നത്. അദാലത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സർക്കാരിന്റെ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് കരുതലും കൈത്താങ്ങും 2024 ഇത് ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ചു. കോടഞ്ചേരി താലൂക്കിലാണ് ആദ്യം നടന്നത്. 2023 കഴിഞ്ഞ വർഷമാണ് ആദ്യമായി കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് നമ്മൾ ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ജനപക്ഷ ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇന്നലെ ഉദാഹരണം പറഞ്ഞാൽ 14 വർഷം മുൻപ് ഒരു ഹ്യൂമന് ഒരു ഉദ്യോഗസ്ഥയോ വന്ന ഒരു പേര് എഴുതിയപ്പോൾ സർവേ നമ്പർ തെറ്റായിട്ട് രേഖപ്പെടുത്തി. പക്ഷെ അതിനെ തുടർന്ന് ആധാരം രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നീട് ഒപ്പുവരവ് നടത്തുകയൊക്കെ ചെയ്ത് ഒരു സാഹചര്യത്തിൽ പിന്നീട് കണ്ടെത്തി സർവേ നടത്തുമ്പോൾ ഇത് തെറ്റാണെന്നുള്ളത് കണ്ടെത്തി. അങ്ങനെ അനേക വർഷങ്ങളായിട്ട് ഇതൊന്ന് ശരിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രായോഗികമാണ്. നമുക്ക് തോന്നും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവകാശം കൊണ്ടുള്ള ആളാണ്, സീനിയർ സിറ്റിസൺ. അപ്പൊ അദ്ദേഹം വളരെ പരീക്ഷണനായി ഇതിനു വേണ്ടിയിട്ട് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ അദാലത്തിലെത്തിയപ്പോൾ നമുക്ക് എങ്ങനെ ഇന്ന് തന്നെ പരിഹരിക്കാൻ കഴിയും എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വളരെ പോസിറ്റീവായിട്ട് ഇടപെടും. ADM ഉണ്ടായിരുന്നു, ഡെപ്യൂട്ടി കളക്ടേഴ്സ് ഉണ്ടായിരുന്നു, തഹസീൽദാർ ഉണ്ടായിരുന്നു, ജില്ലാ രജിസ്ട്രാർ ഉണ്ടായിരുന്നു, വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നിലനിശ്ചയ ആധാരം പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് ഒപ്പുവരവ് ചെയ്ത് കരമടയ്ക്കണം. അപ്പോൾ ഓഫീസേഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് തന്നെ വേണമെങ്കിൽ ചെയ്ത്. അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും പണമില്ല, കാരണം വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ജില്ലാ രജിസ്ട്രാർ പറഞ്ഞു സാരമില്ല, ഞാൻ അങ്ങേക്ക് താൽക്കാലികമായിട്ട് അത് എടുത്തുകൊണ്ട് അത് ചെയ്യാം. മാത്യു ടി തോമസ് MLA അധ്യക്ഷത വഹിച്ചു. പ്രമോദ് നാരായണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ, ജില്ലാ കലക്ടർ S പ്രേംകുമാർ, സബ് കലക്ടർ സുമിത് കുമാർ ഠാക്കൂർ, ഡെപ്യൂട്ടി കലക്ടർ R ശ്രീലത, ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി മാത്യു, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ, കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK വത്സല എന്നിവർ പ്രസംഗിച്ചു.